ദൈവവചനത്തിലേക്ക് ഞാൻ ഈ പകലിൽ ദൈവമക്കളുടെ ചിന്തയെ വേഗത്തിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം, 2 Corinthians chapter 1, അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചു പറയാം. മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് അഞ്ചാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ആറാമത്തെ വാക്യം, ഞങ്ങൾ കഷ്ടം അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഭരിക്കുന്നു. മതി. 10-ാമത്തെ വാക്യം കൂടെ ഒരു വാക്ക് വായിക്കും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. നമ്മുടെ കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം. നാം ഇന്ന് പകലിൽ വായിച്ച ആ വാക്യങ്ങൾ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രമേയം ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് അതിനകത്ത് നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടിരിക്കുകയാണ്. ആ വാക്കുകളിലൊക്കെ ദൈവമക്കൾ ശ്രദ്ധിച്ചെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുഴച്ചു നിൽക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ശ്രദ്ധിച്ചു എന്നാണ് മനസ്സിലായത്. സ്തോത്രം. ഇത് കയ്യിലുണ്ടോ എല്ലാവരുടെയും ഈ പുസ്തകം? വേദപുസ്തകം തുറക്കുക. അല്ലെങ്കിൽ സഹോദരന്മാരെല്ലാവരും വേദപുസ്തകം തുറന്ന് വായിക്കണം. സ്തോത്രം. നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയി അക്ഷരാഭ്യാസമുണ്ട് എന്നെനിക്കറിയാം. ശ്രദ്ധിക്കൂ, ഏറ്റവും അധികം അതിനകത്ത് മുഴച്ചു നിന്നൊരു വാക്കാണ് ആശ്വാസം, കംഫർട്ട്. അതിനോടുകൂടെ തന്നെ ചേർന്നൊരു വാക്ക് പൗലോസ് പറയുന്നുണ്ട്, കഷ്ടം. കഷ്ടം, ആശ്വാസം. കഷ്ടം, ആശ്വാസം. ഇന്ന് പകലിൽ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ആ ചിന്തകളെ ഞാൻ വേഗത്തിലൊന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. ധനികനായ പൗലോസ് കടന്നു പോകുന്ന മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തുന്ന സഞ്ചാരപാതകൾ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച ഒരു യാത്രയുടെ നടുവിൽ ഏതുമായിട്ടുണ്ട് ഒത്തിരി സമയങ്ങൾ താൻ മരിച്ചതുപോലെ ആയിപ്പോയിട്ടുണ്ട്. സുവിശേഷ നിമിത്തം ഉപദ്രവം ഏറ്റിട്ട് മരിച്ചു എന്ന ആളുകൾ ലുസ്ര പട്ടണത്തിന് പുറത്തേക്ക് അവന് വലിച്ചെറിഞ്ഞതായിട്ടുണ്ട്. മരിച്ചു പോകുമെന്ന് വിചാരിച്ച് 14 ദിനവും പകലും രാത്രിയും സൂര്യനെ ചന്ദ്രനെ കാണുവാൻ കഴിയാതെ വെള്ളം എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ട് പൗലോസ് ഇരുന്നിട്ടുണ്ട്. 1-ലധികം പ്രാവശ്യമായി 40 അടി 5 പ്രാവശ്യം ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആപത്തുകൾ, കള്ളന്മാരാളുള്ള ആപത്ത്, കടലിലുള്ള ആപത്ത്, സഹോദരന്മാരാളുള്ള ആപത്ത്, അങ്ങനെ പലവിധ ബഹുവിധ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഭക്തൻ പറയുന്നൊരു വാക്കാണ്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who comforts us. ഞങ്ങൾ കടന്നു പോകുന്നത് കഷ്ടമാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇതിന്റെ നടുവിൽ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. ഈ ഞായറാഴ്ച വർഷത്തിന്റെ പ്രഥമ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് വിളിച്ചു പറയുന്നൊരു ദൂത്
നിങ്ങളുടെ കഷ്ടങ്ങൾ പെരുകി വരുന്തോറും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും അത്രയും അധികം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകി തരുവാൻ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് ആശ്വാസം ആവശ്യം? കഷ്ടത്തിലിരിക്കുന്നവരാണ് ആശ്വാസത്തിന്റെ ആവശ്യം. സുഖിച്ചിരിക്കുന്നവർക്ക്, കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്നവർക്ക്, മറ്റൊന്നിനെ കുറിച്ചും ആശങ്കയില്ലാത്തവർക്ക് ആശ്വാസത്തിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ ആശ്വാസത്തിന് വേണ്ടി കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഭൂമിയിലേക്ക് പിതാവിന്റെ പക്കൽ നിന്ന് വാങ്ങി അയച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നൊരു വാക്ക്, അവൻ കാര്യസ്ഥനാണ്, ആശ്വാസകനാണ്, കംഫർട്ടറാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കു വേണ്ടി ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്? പാരാക്ലീച്ച എന്ന് പറയുന്ന യവനായ വാക്കാണ്. ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആർക്കാണ് ആശ്വാസത്തിന്റെ ആവശ്യമുള്ളത്? ആശങ്കയോടുകൂടെ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭാരത്തോടുകൂടെ വേദനിക്കുന്ന ഒരുപറ്റം ശിഷ്യന്മാരുടെ അടുക്കൽ അവർ കൂടിയിരുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇന്ന് പകലിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിനും നടുവിലും അവന്റെ ആത്മാവിനെ അയച്ച് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ്, I need that anointing. I need the presence of the comforter. എനിക്ക് ആശ്വാസകൻ ആവശ്യമായി വന്നിരിക്കുന്ന ഒരിടത്ത് ഇന്ന് പകലിൽ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിനിയും മുൻപോട്ട് പോകണമെങ്കിൽ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് പകലിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ ഒരുക്കപ്പെടുന്നെങ്കിൽ നിന്റെ നാവിന്മേൽ ഈ പകൽ അഭിഷേകത്തിന്റെ വാക്കുകൾ നൽകുകയും നിന്റെ ഹൃദയത്തിനകത്തേക്ക് ആശ്വാസകന്റെ കരം ഇന്ന് പകൽ ഇറങ്ങി വന്ന് നിന്റെ ചൂടേറുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്നെ പഠിപ്പിക്കുവാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ വ്യാപാരത്തെ ഈ പകലിൽ ഇതിനകത്ത് അയക്കുവാൻ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് അഭിഷേകം ആവശ്യമുള്ളത്? ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളത്? ആർക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം എന്ന് കൊതിക്കുന്നത്? ഈ പകൽ ദൈവത്തിന്റെ ദൂത് ജനത്തോട് വിളിച്ചു പറയുന്നു, കഷ്ടാനുഭവങ്ങളിൽ കടന്നു പോകുന്ന ഭക്തന്മാരുടെ കഷ്ടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ചതയുന്നിടത്ത് നിന്നെ ബലപ്പെടുത്തുവാൻ, നീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇടത്ത് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന, നീ നീറുന്ന സമയത്ത് നിന്നോട് കൂടെ ഇറങ്ങി വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഓ രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. എന്റെ ജീവിതത്തിൽ എന്തിന് കഷ്ടത്തിന്റെ ഒരു സമയം ദൈവം അനുവദിച്ചു എന്ന് ഇന്ന് പകൽ നീ ചോദിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് വിളിച്ചു പറയുന്നു, നീ കടന്നു പോകുന്ന കഷ്ടത്തിന്റെ സമയത്ത് നിന്റെ കൂടെ ഇറങ്ങി വരുവാൻ ദൈവത്തിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയാ ദൈവം നിന്നെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിട്ടിരിക്കുന്നത്. എന്തിനീ മുള്ള, എന്തിനീ ശൂന്യം, എന്തിനീ പ്രതിസന്ധി, എന്തിനീ സാത്താന്റെ ദൂതൻ, ഇന്ന് പല ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരുന്നതിന് ദൈവം ഇന്ന് പകലിൽ നിനക്ക് കഷ്ടം അനുഭവിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഓർപ്പിച്ചൊരു ഭാഗമാണ്, അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്ന് അറിവിൽ.
മുൻപോട്ട് വിടാതെ വേണം ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ തടഞ്ഞു വെക്കുന്ന നമ്മുടെ യാത്രകളിൽ, ഭാവിയിൽ, ആരാധനയിൽ, അഭിഷേക മുന്നേറ്റത്തിൽ തടഞ്ഞു നിർത്തുന്ന ശക്തികൾ വർദ്ധിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ച കഷ്ടങ്ങളിൽ നിന്നും വിഭിന്നമാണ് അല്പം കൂടെ കാഠിന്യമേറിയ കഷ്ടങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് പലരും ത്യാഗം നടത്തി പണ്ട് നിന്നതും പണ്ട് ഉള്ളതിലേക്കുമൊക്കെ മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം. കാരണം the evil is getting bolder. The evil, ദുഷ്ടത മേൽക്കുമേൽ വന്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വാർത്താ മാധ്യമം എടുത്ത് വായിച്ചു നോക്കിയാൽ, പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മനുഷ്യന് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ നരാധമനായി പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ മനസാക്ഷികൾക്ക് നിരക്കാത്ത വിധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളോട് തുടങ്ങി പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളോട് നിർദാക്ഷിണ്യമായി മനുഷ്യൻ കാണിക്കുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ട് ഇത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ, മൂക്കത്ത് വിരൽ വെക്കുന്ന വിധത്തിൽ ഇത്രയും ദാരുണമായ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനും മനസ്സിന് യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റമില്ലാതെ കാഠിന്യവും ധാർഷ്ട്യത്തോടുകൂടെ മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു ലോകത്തിന്? ഈ ലോകത്തിൽ ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടത വന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ദൂത് പറഞ്ഞ് അവസാനിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ലോകത്തിൽ പണ്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപ്രവണതകൾ കടന്നു വന്ന് സഭയുടെ അതിരുവരമ്പുകളും കടന്ന് ദൈവസഭയ്ക്കകത്ത് വരെ കയറി വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് ലോക മനുഷ്യനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, പാപങ്ങൾ, ചെയ്ത കാരണമാകുന്ന കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് പോലും വന്ന ആളുകൾ മുഖേന പിശാച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു നിലവിളി ഇതിന്റെ നാട്ടിൽ നിന്നും ഉയരണം. ഒരു നിലവിളി ദൈവസന്നിധിയിൽ ഉയരണം. കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്ത്, ഞങ്ങളുടെ ഭവനത്തിനകത്ത്, ഞങ്ങളുടെ കൂടെ ആരാധിച്ച ഒരു വ്യക്തി പോലും ഒരബദ്ധത്തിനും ചെന്നു വീഴാതെ വേണം അങ്ങയുടെ കരം കൊണ്ടൊന്ന് താങ്ങണമേ എന്ന്. ബാലിഷ്യങ്ങൾ വന്നുപോയേക്കാം, തെറ്റ് കുറവുകൾ വന്നു പോയേക്കാം. അതുകൊണ്ട് ഇന്ന് പകൽ ഉപേക്ഷിച്ച് പുറന്തള്ളാതെ ഒരിക്കൽ കൂടി ഒരു മാതാവിന്റെ ഹൃദയം പോലെ, ഒരപ്പന്റെ ആകൃതയോടെ ഇന്ന് പകലിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്കൊന്ന് നിലവിളിക്കാം. വഴി തലയ്ക്കൽ തളർന്നിരിക്കുന്ന നമ്മുടെ തലമുറകളെ ഒരു ദിനം കൂടെ ദൈവമൊന്ന് സന്ദർശിക്കേണ്ടതിന് നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിലേക്ക് ശിംശോന്റെ മേൽ ദൈവം ശക്തി പറഞ്ഞു. ഇന്ന് പകലിൽ വേദനയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഇനിയും അലംഭാവത്തോട് മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. നാം നിലവിളിച്ച് മതിയാവുകയുള്ളൂ. നമ്മുടെ തലമുറകളെ തകർക്കുവാൻ വേണ്ടി ശത്രു കെടിയൊരുക്കുമ്പോൾ അത് വെറുതെ എന്ന് വിചാരിച്ചിട്ട് നാം ഇനി കണ്ണടച്ചു പോകാൻ പറ്റില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുവാൻ. Praise the Lord. Praise the Lord. Hallelujah. വന്യമായ ദുഷ്ടതയുടെ വർധനവ് സംഭവിക്കുന്നതുകൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ ആത്മാവിനെ അയച്ചുകൊണ്ടിരിക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെയും God is sending a spirit. നിന്റെ മക്കൾ, പുത്രന്മാർ, പുത്രിമാർ പ്രവചിക്കും. പിതാക്കന്മാർ സ്വപ്നങ്ങളെ കാണും. നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. എന്തിന്? വന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ നടുവിൽ അഭിഷേകത്തോടുകൂടി ആരാധിക്കുന്ന ഒരു തലമുറ. ജീസസ്. ഇന്ന് പകലിന് ദൂതുകൂടെ ഞാൻ ജനത്തോട് വിളിച്ചു പറയട്ടെ, ലോകത്തിന്റെ മേൽ പിശാച് തന്റെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവം തന്റെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്?
when the evil is getting bolder and Satan is getting a grip of the world, Christ is getting a grip on the church of God. ദൈവ സഭയുടെ ദൈവം തന്റെ പിടികൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ ഒരു ഫലം ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ വിട്ടുമാറാത്ത ഒരു ദൈവശക്തിയാൽ ദൈവം സഭയൊന്ന് പിടിച്ചു നിർത്തേണ്ടത്. കൊടുക്കത്തില്ലാതെ പറയുന്ന ചില വാക്തത്വത്തിന്റെ ദൂതകൾ ഇതിനകത്ത് പ്രാപിച്ച ദൈവങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പൂർവ്വത്തിന്റെ മുന്നിലേക്ക് ഒരുപക്ഷെ ദൈവം ഇന്ന് പകൽ നമ്മെ കൊണ്ടു നിർത്തുമ്പോൾ ഇതിന്റെ നടുവിൽ ക്ഷീണിച്ചു പോകാൻ കഴിയില്ല. പിശാചും ക്രിസ്തുവും നേർക്കുനേർ ഏറ്റുമുട്ടൽ സംഭവിച്ചു. കാൽവരി ക്രൂശിൽ ക്രിസ്തുവിന്റെ മരണത്തിൽ ലോകം ക്രിസ്തുവിന്റെ പരാജയം. സാത്താൻ ദൈവ പദ്ധതിയുടെ നിസ്സഹായതയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരും അറിയാതെ രണ്ട് മരക്കഷ്ണത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ദൈവം തന്റെ പദ്ധതികളെ അനായാസമായി നടത്തിക്കൊണ്ടിരുന്നു. മനുഷ്യന്റെ മനുഷ്യന്റെ മരണത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം മിണ്ടാതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞതിനെ മരണത്തിലേക്ക് കൊണ്ടുവച്ച് കല്ലറയിലേക്ക് അടക്കം ചെയ്തിട്ട് മടങ്ങുമ്പോൾ എന്നും പിശാചിനൊരു ആഹ്ലാദമുണ്ടായിരുന്നു. മരിച്ചു, ദൈവ പദ്ധതിയുള്ളവൻ മരിച്ചു. അങ്ങനെ ക്രിസ്തുവിനെയും കാൽവരി ക്രൂശിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ രണ്ട് മരക്കഷണങ്ങൾക്ക് പുറകിൽ ദൈവം തന്റെ പദ്ധതികളെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. കൃപ പിശാചിനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞ അവസാനത്തെ തന്ത്രം മരണം. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്താൽ മരണത്തിന് മരണം കൊടുത്തുകൊണ്ട് ജയാളിയായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്തൃസന്നിധിയിൽ ഇന്ന് പകൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, രണ്ട് മരക്കഷണം മതി പിശാചിന്റെ പദ്ധതി ദൈവത്തിന് പൊളിക്കാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ ഒന്നും വലുതായിട്ട് നിന്റെ പക്കലില്ലെങ്കിലും നിന്റെ പക്കൽ കർത്താവ് ഫലമേൽപ്പിച്ച ചെറുതുകൊണ്ട് ഇന്ന് പകൽ പിശാചിന്റെ ആയുധങ്ങളെ നിർവീര്യമാക്കുവാൻ, നിഷ്ഫലമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഫലം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. അപ്പൊ ഈ സംഘർഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പോർമുഖത്തേക്കൊക്കെ നാം എടുത്തെറിയപ്പെടുന്നത് പോലെ തോന്നും. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അല്പം ക്ഷീണമുള്ളവരാണെന്നേ ഉള്ളൂ, അശക്തരല്ല. ഹല്ലേലൂയ. ഇടുക്കം നമുക്കുണ്ട്, ശരിയാണ്. പക്ഷെ ആത്മാവിൽ നാം അറിയുന്ന ഒരു വിശാലതയുണ്ട്. വീണ് കിടക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല നമ്മെ. ഇന്ന് പകൽ നമ്മെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പൗലോസ് 2 കൊരിന്ത്യർ 4:7 പറയുന്നത്, ഈ അത്യന്ത ശക്തി ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിനാണ് ഈ നിക്ഷേപത്തെ ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ദൈവം പകർന്ന് തന്നിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഇന്ന് പകലിനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വ്യാപാരമുണ്ട്. ഞാൻ ആ വാക്കിലേക്കൊന്ന് വരിക. ആശ്വാസം എന്നുള്ള ആ പദപ്രയോഗത്തിലേക്ക് വന്ന് ഞാൻ ഈ സന്ദേശത്തെ ഉപസംഹരിക്കും. ശ്രദ്ധിക്കണേ, ഒരു നല്ല വന്ദനം പറഞ്ഞ പൗലോസ് കൊരിന്ത്യ ലേഖനം ആരംഭിക്കുന്നു. 2 കൊരിന്ത്യർ 1:2 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ പിതാവാകുന്ന ദൈവത്തിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും. പൗലോസിന്റെ ഒടിച്ചുകൂടാൻ കഴിയാത്ത 2 വാക്കുകളാണ് കൃപയും സമാധാനവും. ഇന്ന് പകരം സമാധാനം നാം ആയിരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ
കാരണം കൃപയാണ്. Grace is the reason and peace is the fulfillment. നാം അനുഭവിക്കുന്ന സമാധാനത്തിന് കാരണം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ. സമാധാനം എന്ന് പറയുമ്പോൾ എല്ലാം സ്വസ്ഥമായി എന്നുള്ള വിചാരമല്ല. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഒരു സംതൃപ്തിയുണ്ട്. Praise the Lord. ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ദൈവം പകർന്നു നൽകി തന്നിരിക്കുന്ന ഒരു ആരോഗ്യം, ഒരു ഹെൽത്ത് ഇന്ന് പകലുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സമാധാനം ദൈവത്തിന്റെ കൃപയാണെന്ന് ഇന്ന് പകലിൽ പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. വളരെ അടിസ്ഥാനപരമാകുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പകൽ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കൂ, കൃപ എന്ന വാക്ക് നമുക്ക് അതിന്റെ അർത്ഥം നാം നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: അർഹതയില്ലാത്തത്. അർഹതയില്ല. പ്രൈസ് ദി ലോർഡ്. നാം പ്രവർത്തിച്ച് നേടിയെടുക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാൽ അർഹമായിട്ട് അവൻ നമുക്ക് തരേണ്ടത് അടിയാണ്. പക്ഷെ ഇന്ന് പകൽ അടി തരാതെ അപ്പൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ഉപയോഗിക്കട്ടെ. ലൂക്കോസ് 15 അപ്പനെ ഞാൻ വിളിക്കുന്നത് ഹല്ലേലൂയ, ലജ്ജ കൂടാതെ ഓടുന്ന ഒരു അപ്പൻ. കുറച്ചും കൂടെ ഇറങ്ങി പറയാം, നാണമില്ലാത്തൊരപ്പൻ. ഹല്ലേലൂയ. തെറ്റിപ്പോയ തന്റെ മകൻ മടങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ നാണമില്ലാതെ, ഇന്ന് പകലിൽ 2020 കഴിഞ്ഞിട്ട് 2021 ഈ പ്രഥമ ഞായറാഴ്ച പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നാം ഒക്കെ നമ്മുടെ ഉന്നത ഭാവമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ടൊന്ന് ചിന്തിക്കണം. കർത്താവേ, നാണമില്ലാതെ എന്നെയും ഞങ്ങളെയും ദൈവം സൂക്ഷിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. നമ്മയൊക്കെ നമ്മുടെ അടുക്കൽ വരാൻ പലരും ലജ്ജിച്ച് മാറിയപ്പോൾ നാണം കൂടാതെ നമ്മുടെ അടുക്കൽ വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പലർക്കും നാണം തോന്നിയിട്ടുണ്ട്, അകന്ന് മാറിയിട്ടുണ്ട്, സ്നേഹിതർ മുഖം മാറ്റി കളഞ്ഞിട്ടുണ്ട്, വിട്ടു മാറി പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിരിഞ്ഞു പോകാതെ, മാറിപ്പോകാതെ ഇന്നും ഒരുത്തൻ നമ്മുടെ അടുക്കൽ വരുന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മുടെ അടുക്കൽ വരുന്നുണ്ടെങ്കിൽ, അത് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണ്. നാണം കൂടാതെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്. Praise the Lord. Praise the Lord. Grace, കൃപ, അർഹതയല്ലാത്ത. Praise the Lord. ഇംഗ്ലണ്ട് രാജഭരണം നടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം. പേരിലും ഇന്നും അവിടെ ഒരു രാജ്ഞിയുണ്ട്, രാജാ കുടുംബങ്ങളുണ്ട്. ആ രാജ്ഞി തനിക്ക് ഇഷ്ടമുള്ളവർക്ക്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ, അവർക്ക് പ്രീതി തോന്നുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന വീടുകളുണ്ട്. ഇപ്പോഴും ആ കൊടുക്കുന്ന വീടുകളുടെ പേരാണ് ഗ്രേസ് ആൻഡ് ഫേവർ മാൻഷൻസ്. കൃപയും കാരുണ്യത്തിന്റെ കൊട്ടാരം. അതിനകത്ത് കയറിയാൽ റെന്റ് അടയ്ക്കണ്ട, കരണ്ട് ബില്ല് കൊടുക്കണ്ട, ആഹാരത്തിന്റെ പൈസ കൊടുക്കണ്ട. രാജ്ഞി ഒരാൾക്ക് കനിഞ്ഞ് ഒരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് ചാർജ്, വില കൊടുക്കാതെ അതിനകത്ത് ആയുഷ്കാലം മുഴുവനും താമസിക്കും. ഒരു റെന്റും കൊടുക്കും. ഇന്ന് പകലിൽ ഞാനൊരു ജ്യോതി എന്നോട് വിളിച്ചു പറയട്ടെ, ഞാൻ ഇനി എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം, അവൻ എനിക്ക് അങ്ങനത്തെ ഒരു കൊട്ടാരം തരുന്നില്ല. കാരണം ഞാൻ അവരുടെ കുടുംബത്തിൽ പെട്ടതല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, എന്റെ സിരകളിലും ഒരു രാജരക്തം ഓടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, ഒരു രാജരക്തം എന്റെയും നിങ്ങളുടെയും സിരകളിൽ കൂടെ ഓടുന്നുണ്ട്. റെന്റ് കൊടുക്കാതെ, പണം കൊടുക്കാതെ
ഒരു വീട് നമുക്ക് വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മന്മയമാകുന്ന നമ്മുടെ ഈ കൂടാരങ്ങൾ വിട്ടുകഴിഞ്ഞാൽ കൃപയുടെ ഒരു കൊട്ടാരത്തിലേക്ക് നമുക്കൊരു പ്രവേശനമുണ്ടെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൃപ അനുഭവിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക് നടന്നു കയറിയാൽ ഒരു മനുഷ്യനും വേണ്ട എന്ന് പറയത്തില്ല, ഒരു മനുഷ്യനും അവിടെ നിൽക്കെന്ന് പറയത്തില്ല. കാരണം ഇത് ദൈവം കൃപയാൽ 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 എനിക്ക് തന്ന ഭാഗ്യമാണെന്ന് ഒരു മനുഷ്യനും വിലക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് പകലിൽ സൗജന്യമായി നൽകിത്തരുന്ന ഔദാര്യമായി നൽകിത്തരുന്ന ഞാനും നീയും പ്രവർത്തിച്ചിട്ടല്ല. ഇന്ന് പകൽ ഞാനും നീയും പ്രവർത്തിക്കാതെ തന്നെ നമ്മളെല്ലാം കൂടെ പ്രവർത്തിച്ചിട്ട് ഇത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. എന്നാൽ ഇന്ന് പകൽ പ്രവൃത്തി കൂടാതെ ഒരുവൻ ഒരു കൊട്ടാരം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭംഗി വർണ്ണ്യമല്ലേ എന്ന് ഭക്തന്മാർ പാടിയത്. ഹല്ലേലൂയ. ബഹുവിധമാകുന്ന മുത്തുമണികളാൽ രത്നങ്ങളാൽ പണികഴിപ്പിച്ച അടിസ്ഥാനമിട്ടിരിക്കുന്ന ദൈവത്തിന്റെ നഗരം പളുങ്ക് കടൽ പോലെയുള്ള സ്വർണ്ണ വീടുകൾ വിരിച്ചിരിക്കുന്ന ദൈവീക ഹല്ലേലൂയ മന്ദിരത്തിലേക്ക്, ദൈവീക പട്ടണത്തിലേക്ക് എന്നെയും നിന്നെയും ചേർക്കുവാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമൈതനെ ഈ ആലയത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ദൈവമേ ഹല്ലേലൂയ ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ കരത്തിൽ ദൈവം നൽകി തന്നത് മിച്ചം പിടിച്ചതും അല്ലയോ വളരെ നിസ്സാരമെന്നൊക്കെ തോന്നിയത് ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇത്രയും മനോഹരമായ ഒരു പണി കഴിപ്പിച്ച് ആലയത്തിൽ കയറിയപ്പോൾ കർത്താവേ ഇതിൽ ഞങ്ങൾ യോഗ്യരല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് പകലൊരു ദൂതി എന്നോട് വിളിച്ചു പറയട്ടെ, അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇന്ന് പകലിൽ സ്വർണ്ണം തെരുവിൽ കൂടെ നിന്നെ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്തെ ഇന്ന് പകൽ ഓർത്താൽ കൃപയെന്നല്ലാതെ എന്ത് പറയും? കൃപയെന്നല്ലാതെ എന്ത് പറയും? കൃപയെന്നല്ലാതെ ഇന്ന് പകൽ എന്ത് പറയും? It is by the grace of God. ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ ഹൃദയത്തിൽ നീളനോടുകൂടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ അധ്വാനിച്ചിട്ടല്ല, എന്നാൽ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ദൈവിക സമാധാനം കർത്താവ് പകരുന്ന പകരാണ്. കംഫർട്ട്, ആശ്വാസം. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചല്ല ആശ്വാസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആവശ്യം സുഖിപ്പിക്കുന്ന ഒരു ദൂത് പറയാൻ കേൾക്കാൻ, നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന, നമ്മെ ഒട്ടും വേദനിപ്പിക്കാത്ത, നമ്മളെ ദുഃഖിപ്പിക്കാത്ത, എപ്പോഴും സന്തോഷത്തിന്റെ വാക്കുകൾ മാത്രം പറയുന്നത് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളും അങ്ങനെയാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കൊക്കെ കടന്നു വരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നാം ശ്രമിച്ച ഹല്ലേലൂയ സന്ദേശങ്ങൾ മുഴുവനും അങ്ങനെയുള്ള സന്ദേശങ്ങളാണ്. ഞാനതിനെ കുറ്റം പറയുകയില്ല. കാരണം ഒരു മാധ്യമത്തിൽ കയറിയിട്ട് ഹല്ലേലൂയ വേറൊന്നും ഒരുപക്ഷെ പറയുവാൻ കഴിയത്തില്ലായിരിക്കും, ആശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. പക്ഷെ സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ കേവലം ആശ്വാസ ഹല്ലേലൂയ നമ്മെ സന്തോഷിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ വ്യവസ്ഥയില്ല വചനമനുസരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ ഗുണീകരണത്തിലേക്ക് നടത്തുന്ന, നമ്മെ ദൈവിക പരിജ്ഞാനത്തിലേക്ക് വളർത്തുന്ന ദൈവത്തിന്റെ വചനമാണ് ദേവാലയത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുവാനും പോകുന്നത് അങ്ങനത്തെ ശബ്ദമാണ്. അതുകൊണ്ട് പാസ്റ്ററെ ഇതിനേക്കാട്ടും നല്ലത് ഞങ്ങളുടെ ആ ടിവിയിലെ പ്രസംഗമാണ് എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ, ഞാനിങ്ങനെ പ്രസംഗിക്കും. ഇന്ന് അത്രയും പ്രസംഗിക്കത്തില്ല, ഇന്ന് നല്ല ദൂതാ പറയാൻ പോകുന്നത്. പക്ഷേ വരുന്ന ആഴ്ചകളിൽ നല്ല ദൂത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല സന്തോഷത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട്. കാരണം ഇതിന് ശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട്, മുഖമൊക്കെ ചിരിച്ചിരിക്കണം.
ആരുടെയും മുഖം വാടാൻ പാടില്ല, ദുഃഖത്തോടുകൂടെ ആരും ഇരിക്കാൻ പാടില്ല. ചിരിച്ചോണ്ട് പുഞ്ചിരിയോടുകൂടെ ആ ക്ലിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇന്ന് പകലിൽ വളരെ ആശ്വസിപ്പിക്കുന്ന ദൂതുകൾ പറയുക. Praise the Lord. ശ്രദ്ധിക്കൂ, ആശ്വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സുഖമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. കർത്താവ് തന്നെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഒത്തിരി കൊയ്ത്ത് കിട്ടിയപ്പോൾ പാണ്ഡികശാലകൾ മുഴുവനും വെയർ ഹൗസുകളിൽ പൊട്ടിച്ചു കളഞ്ഞിട്ട് പുതിയ വെയർ ഹൗസിന്റെ പണിത് അവന്റെ കൃഷിയിൽ നിന്നും ലഭിച്ച നന്മകൾ മുഴുവൻ അതൊക്കെ കൂട്ടി വെച്ചിട്ട് വരിക, തിന്നുക, കുടിക്കുക. അതാ കംഫർട്ടബിൾ എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥം. ആശ്വാസം ആവശ്യമുള്ളവൻ പാണ്ഡികശാലയെ സൂക്ഷിച്ചു വെച്ചതല്ല, അവൻ അന്നുള്ള ദൈവത്തിന്റെ ഇടപെടൽ. രാവിലെ ഒരു കാക്ക കൊണ്ടു കൊടുക്കുന്ന അട കൊണ്ട് തിന്നുന്ന അതിനെ ആശ്വാസം എന്ന് പറയുന്നു. മറ്റേത് കംഫർട്ടബിൾ, വരിക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ഒരു പക്ഷേ ദൈവത്തിന്റെ ചോദ്യം അവരോട്, മൂഢ, ഇന്ന് ജീവൻ തന്ന ദൈവം എന്നോട് ചോദിക്കുക, നീ മടങ്ങി തരാൻ പറഞ്ഞ നീ കൂട്ടി വെച്ചത് ആര് കൊണ്ടുപോകും? അത് കംഫർട്ടബിളായ മനുഷ്യനാണ്, ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പറഞ്ഞ അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, തലമുറകൾക്കൊക്കെ ഒത്തിരി സമാഹരിച്ച് കൂട്ടിവെക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ആയുസ് കൊണ്ട് പറ്റിയില്ല. ഒത്തിരി ദുഃഖിക്കുന്ന മാതാപിതാക്കളോട് ഇന്ന് പകലിൽ ആശ്വാസത്തിന്റെ ദൈവം നിങ്ങളോട് പറയുക, നിങ്ങൾ സംഗ്രഹിച്ച് വെച്ചത് കൊണ്ടൊന്നും ദൈവം നിങ്ങളുടെ തലമുറകളെ പോഷിപ്പിക്കുന്നതിനല്ല. അവരറിയാത്തത്, നിങ്ങളറിയാത്തത്, അവരെ നടത്തുവാൻ മെച്ചമായത്, ശ്രേഷ്ഠമായത് വഴിയൊരുക്കുവാൻ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിനത്ത് ഞാൻ എന്റെ അനുഭവം ദൈവമക്കളോട് പങ്കുവെച്ചല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൻ കരുതിയില്ലെന്ന് ഓർത്തിട്ട് തലമുറയെ നീ വേദനിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആശ്വാസത്തിന്റെ ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഡോണ്ട് ബി അഫ്രൈഡ്. സുഖിമാന്മാരായ ആളുകൾക്ക് ആശ്വാസത്തിന്റെ ദൈവത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ആശ്വാസത്തിന്റെ ദൈവം വേണം. എനിക്ക് ആശ്വാസത്തിന്റെ ദൈവം വേണം. കാരണം ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ എനിക്ക് ആവശ്യമാണ്. എന്താ വാക്കിന്റെ അർത്ഥം? കംഫർട്ട് എന്ന് പറയുന്ന വാക്ക്, അതിനകത്തൊരു വാക്കുണ്ട്, കംഫോർട്ട്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോട്ട. ഒത്തിരി കോട്ടകൾ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിൽ തന്നെ ഒത്തിരി കോട്ടകളുണ്ട്. രാജാക്കന്മാർ പണികഴിപ്പിച്ച ഒത്തിരി കോട്ടകളുണ്ട്. പ്രധാനമന്ത്രിയൊക്കെ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകുന്ന സന്ദേശപ്പെടുക റെഡ് ഫോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ടി വി മുഖേനയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ രാജാക്കന്മാർ പണികഴിപ്പിച്ച കോട്ടകൾ. എന്തിനാണ് അവർ പണികഴിപ്പിച്ചത്? പ്രധാനമന്ത്രിക്ക് കയറി നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ കടന്നു വന്നാൽ പെട്ടെന്ന് അനായാസമായി പട്ടണത്തെ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി കോട്ടകൾ സജ്ജമായവർ പണിതു. നമുക്കറിയാം, യെരിഹോവിനെ കുറിച്ച് അറിയാം, പട്ടണങ്ങളെ കുറിച്ച് നമുക്കറിയാം. ശക്തമായ കോട്ടകൾ പണിതു, ശത്രുക്കൾ പിടിച്ചെടുക്കാതിരിക്കേണ്ടത്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഉറപ്പുള്ള പട്ടണമായ ഏദോമിലേക്ക് ദൈവം ചോദിക്കുക, എന്നെ ആര് കൊണ്ടുപോകും? മനുഷ്യ നിർമ്മിതമാകുന്ന കോട്ടകളൊക്കെ ഇന്ന് സഞ്ചാരികൾക്ക് വന്ന് കണ്ടുപോകാം. പക്ഷെ അതിനകത്ത് ഉറച്ചിരിക്കാമെന്ന് വിചാരിച്ച പലരുടെയും കോട്ടകൾ തകർന്നു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച ബെൽഷസ്സർ, ചരിത്രം പറയുന്നത് 40 രഥങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ അവന്റെ മതിലിൽ കൂടെ ഒരേ സമയത്ത് സഞ്ചരിക്കുവാൻ കഴിയുന്ന കോട്ട. നമ്മൾ പണിയുന്ന മതില് 4 ഇഞ്ച് കട്ട, 6 ഇഞ്ച് കട്ട, ഇത്ര വലിയ കട്ടേ നമുക്കുള്ളൂ. ശ്രദ്ധിക്കണേ, 40 രഥങ്ങൾ ഒരേ സമയത്ത് വശം ചേർന്ന് നിന്നാൽ സഞ്ചരിക്കാൻ പറ്റുന്ന മതില്. സ്തോത്രം. ഇത്ര കൊട്ടാരത്തിനകത്തിരുന്ന ബെൽഷസ്സർ ഓർത്തു, എന്നെ ഇതിനകത്ത് കയറി ആര് തൊടാന? സ്തോത്രം. അന്ന് രാത്രിയിൽ അവൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ഒരു കൈ പ്രത്യക്ഷമായി. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, എത്ര ഉറപ്പുള്ള കോട്ടയ്ക്കകത്തിരുന്നവരും ദൈവം സിംഹാസനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ഇറക്കി. പക്ഷെ ഇന്ന് രാത്രി
കോട്ട കെട്ടി നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ നമുക്ക് ചുറ്റും 4 ഇഞ്ച് കനവും 6 ഇഞ്ച് കനത്തിലെ മതിലൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽ ഭവനത്തിനകത്ത് ഞാനും നീയും കിടന്നുറങ്ങുമ്പോൾ, വിശ്രമിക്കുമ്പോൾ എന്നെയും നിന്നെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കോട്ട പോലെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാഭിഷേകം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് വലിയ കെട്ടുറപ്പുള്ള വീട്ടിനകത്ത് താമസിക്കുന്നതിനെക്കാട്ടിലും എത്ര സുരക്ഷിതത്തോടുകൂടെയാ ആത്മാവിലൊന്ന് ആരാധിച്ചിട്ട് നീ കിടന്നുറങ്ങുന്നത്. ഇന്ന് രാത്രി ഇതിനകത്ത് ഈ പകല് അനുഭവമുള്ള ദൈവമക്കളായി ഇതിനകത്ത് ഇരിക്കുന്നത് എനിക്കറിയാം. മൗനമായി പല ദൈവത്തിൽ ഇരിക്കാതെ ദൈവത്തിനൊരു സ്തോത്രം ചെയ്ത് കർത്താവേ, ഉറപ്പുള്ള വീടുണ്ടായത് കൊണ്ടല്ല, ഞങ്ങൾ ആത്മാവിലൊന്ന് ആരാധിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ കോട്ട നമ്മെ സഹായിക്കും. ശത്രു വരുന്നത് കാണുമ്പോൾ മനസ്സിനൊരു ഉറപ്പ് നൽകിയിരിക്കും. ശത്രു നമുക്ക് നേരെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുമ്പോൾ സ്റ്റാൻഡിങ് ലൈക്ക് എ ഫോർട്ട്, ഒരു കോട്ട പോലെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചമെന്നൊക്കെ പറയപ്പെട്ട, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയപ്പെട്ട മനുഷ്യനാണ് മാർട്ടിൻ ലൂഥർ. മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞ വാക്ക്, മൈ ഗോഡ് ഈസ് എ മൈറ്റി ഫോർട്രസ്. എന്റെ ദൈവം ബലമുള്ളൊരു ഗോപുരമാണ്, ഉറപ്പുള്ള ഒരു കോട്ടയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തെ ആളുകൾ ഒത്തിരി ഓടിച്ചു കേട്ടോ. കത്തോലിക്ക മതത്തിന് വിരോധമായി ശക്തമായ ദൈവവചനങ്ങൾ 95 എണ്ണങ്ങൾ ധൈര്യത്തോടെ ചെന്നിട്ട് ഒരു പള്ളിയുടെ കവാടത്തിൽ 95 പോയിന്റ് എഴുതി വെച്ചിട്ട് ആണി കൊണ്ട് അടിച്ചിട്ട് ഇറങ്ങി വന്നവനാ വൈദികനാകുന്ന മാർട്ടിൻ ലൂഥർ. നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചം വീശിയ ഈ ഭക്തനായ മനുഷ്യൻ പറയുക, എന്റെ ഉറപ്പ് കൊണ്ടൊന്നും അല്ലത് പറഞ്ഞത്, കാരണം ദൈവം എന്നോട് കൂടെ ഒരു കോട്ടയായി ഇന്ന് പകലിലും ഇറങ്ങി നിൽക്കുകയാണ്. എത്ര ദൈവമക്കൾക്ക് ജനത്തോട് വിളിച്ചു പറയും, നീ ഒറ്റയ്ക്ക് പോകുന്നിടത്ത് ആത്മാവിന്റെ കൂടെ ഇറങ്ങി നിന്നാൽ. തെളിവ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വചനബോധ്യമുള്ള ദൈവമക്കളായി ഇതിനകത്ത് ഇരിക്കുന്നത്. ശിംശോൻ താഴ്വരയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക, കൈകൾ ആരെയും കെട്ടാത്ത കെട്ടുകൊണ്ട് അവനെ കെട്ടിയിരിക്കുകയാണ്. ഫെലിസ്ത്യർ അട്ടഹസിച്ചു, ഇവനെ ബന്ധിച്ചു എന്ന് വിചാരിച്ചപ്പോൾ ശിംശോൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഉടനെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. തീയിൽ ശരനൂൽ വെന്തു പോകുന്നത് പോലെ അവന്റെ കയ്യിൽ നിന്ന് കെട്ടുകൾ അടിഞ്ഞു മാറുകയും ഒരു കഴുതയുടെ താടികൾ കൊണ്ട് കൊന്നൊന്ന് കൊന്നു രണ്ടെന്ന് പറഞ്ഞ് ഫെലിസ്ത്യ സൈന്യത്തെ നിഗ്രഹിച്ച് മാറ്റിയെങ്കിൽ ഇന്ന് പകലിനകത്തിരിക്കുന്ന ദൈവങ്ങളോട് അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കരത്തിൽ ഒരു താടിയല്ലേ ഉണ്ടെങ്കിൽ ശത്രുവിനെ കുന്നായിട്ട് നീക്കത്തക്കവെന്ന് ഒരു ദൈവശക്തി ആയിട്ടത് വ്യാപരിക്കുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എന്റെ വീട് പോകാം, എന്റെ നാട് പോകാം, എന്റെ കുടുംബത്തെ ഒരുപക്ഷെ ശത്രുവായവൻ പിടിച്ചേക്കാം, പക്ഷെ ദൈവം ശില്പി അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്. ആ നഗരത്തിൽ നിന്ന് എന്നെ എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. ഞാൻ ഈ സന്ദേശത്തിന് ഇവിടെ ഉപസംഹാരം കുറിച്ച് മതിയാണ്. നാം എല്ലാവരും യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ അനുഗാമികൾക്ക് യേശുവിന്റെ ജീവിതത്തിനൊരു ഭാഗമുണ്ട്. യേശുവിന്റെ ജീവിതത്തിന്റെ മുഖ്യ ഭാഗം നാം എടുത്തു നോക്കിയാൽ അവൻ കഷ്ടം അനുഭവിക്കുന്ന ദാസനാണ്, ദ സഫറിംഗ് സെർവന്റ്. അവനെ പോലെ കഷ്ടം അനുഭവിച്ച ജീവിതാരംഭം തുടങ്ങി ജീവിത അവസാനം വരെ ഇതുപോലെ കഷ്ടതയുടെ മുൾമുനയിൽ നിന്നവൻ വേറെ ആരില്ല. ജനിച്ചപ്പോൾ അപ്പനും അമ്മയും എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടേണ്ടി വന്നു. ജനിച്ച് വളർന്നു വന്നപ്പോൾ മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കപ്പെട്ട യൗവനക്കാരനായി. പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ സഹോദരന്മാർ അവന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനെ കളിയാക്കി. ഇവനൊരു ഭ്രാന്തനാണ്, ഇവൻ എന്താ പറയുന്നത് എന്ന് ബോധ്യമില്ലാത്തവനായി ഇവൻ മാറ്റപ്പെടേണ്ടതായിട്ട്
വന്നു. എല്ലാവരാലും ഒരു ശത്രുവാക്കപ്പെട്ടവൻ, എല്ലാവരാലും ഒറ്റപ്പെട്ട് ജീവിതത്തിന്റെ അനുഭവത്തിൽ മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ വന്ന ക്രിസ്തു. ഇന്ന് രാത്രി ഈ പകലിൽ ദൈവജനം ശ്രദ്ധിക്കുന്ന ദൈവജനം, ക്രിസ്തുവിനെയാണോ നീ അനുഗമിക്കുന്നത്? ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പങ്കാളി നീ ആകുകയാണ്. നാഥൻ പോയ വഴി കഷ്ടതയുണ്ടോ? ഞാനും നിങ്ങളും പോകേണ്ട വഴി കഷ്ടതയുണ്ട്. പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ 5000 പേരുണ്ടായിരുന്നു. പ്രസംഗിച്ച് അവസാനിച്ചപ്പോൾ 12 പേര് മാത്രം. നിങ്ങൾ പറ, പ്രസംഗം വിജയമോ പരാജയമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ വചനത്തിന് മുൻപിൽ ആരും അവന്റെ കൂടെ നിൽക്കുന്നില്ല. യേശുവിന്റെ ജീവിതം ഏകാന്തതയുടെ ജീവിതം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്നേഹിതർ പോലും അവനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. വേദനയുടെ വാക്കാണ് യൂദായോട് ക്രിസ്തു പറയുന്നത്, സ്നേഹിത. സ്നേഹിത, സ്നേഹിതന്മാർ നൽകിത്തരുന്ന മുറിവുകൾ പോലെ വേദനിക്കുന്ന വേറൊരു മുറിവുമില്ല. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ സാമ്രാജ്ഞിമാരിൽ ഒരുവനാണ് അഗസ്റ്റസ് കൈസർ. അഗസ്റ്റസ് കൈസർ ഒറ്റ സമയത്ത് 20 പേർക്ക് വിരോധമായി പോരാടി തോൽപ്പിക്കുവാൻ കരുത്തുള്ള വീരനാണ് അഗസ്റ്റസ് കൈസർ. റോമൻ പട്ടാളം ഇത്രയും യുദ്ധം ചെയ്ത് ജയിക്കാൻ കാരണമെന്തെന്ന് ചരിത്രകാരന്മാർ പഠിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത്, സൈന്യം ഇറങ്ങുന്നതിന് മുന്നമേ ഒന്നാമത് അഗസ്റ്റസ് കൈസർ ഇറങ്ങുന്നു. ഹല്ലേലൂയ. മറ്റു രാജാക്കന്മാരെ പോലല്ല, പോയി അടിക്കടാ, പോയി ഇടിക്കടാ. ചില രാജാക്കന്മാർ പറയും പോയി എടുക്കടാ, പോയി ഇടിക്കടാ എന്ന് പറഞ്ഞു നിൽക്കത്തുള്ളൂ. അവരൊരു ഇടിയും നടത്തത്തില്ല, ഒരു അടിയും നടത്തത്തില്ല. അവർ കൊട്ടാരത്തിനകത്തിരുന്നുകൊണ്ട് ഓർഡർ ചെയ്യും. ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഞാൻ ഒന്ന് രാത്രിയിൽ മേഘങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഫൈറ്റർ ജെറ്റ് അങ്ങ് പൊങ്ങിക്കോട്ട് തകർത്തേക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞാൽ എന്ന് പറഞ്ഞ നേതാക്കന്മാരുള്ള കാലമില്ല. എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് വീട്ടിനകത്തിരുന്നുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു. പക്ഷെ അഗസ്റ്റസ് കൈസർ അങ്ങനല്ല. അവൻ ഒറ്റയ്ക്ക് മുൻപിൽ ഇറങ്ങുന്നു, അവന്റെ പിന്നാലെ ആ സൈന്യം ഇറങ്ങുന്നത്. ഇന്ന് പകൽ ഒരു നായകനുണ്ട് നമുക്ക് മുൻപേ ഇറങ്ങിയവനാണ്. മാത്രം അതുകൊണ്ടാണ് നാം അവനെ നായകൻ എന്ന് പറയുന്നത്. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ എനിക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ശ്രദ്ധിക്കൂ, അഗസ്റ്റസ് കൈസറിന്റെ അനായാസമായ വിജയങ്ങൾക്ക് മുമ്പിൽ ആളുകൾക്ക് മനസ്സിലായി മനുഷ്യൻ മാറത്തൊന്നുമില്ല. ഈ മനുഷ്യനെ ഹല്ലേലൂയ സ്ഥാനത്തു നിന്ന് മാറ്റുവാൻ വേണ്ടി ആളുകളെല്ലാം കൂടി ഒത്തിരി തന്ത്രത്തോടുകൂടെ ആളുകൾ വന്നു. ഹല്ലേലൂയ. ഒരു ദിവസം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ ഇയാളുടെ ഹല്ലേലൂയ ശത്രുക്കൾ വന്ന് വളഞ്ഞു. ഹല്ലേലൂയ. ഇയാളെ കൊന്നു തീർക്കുവാൻ വേണ്ടിയാ, കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാ ഒറ്റയ്ക്ക് നിന്ന് അഗസ്റ്റസ് കൈസർ പടവെട്ടി അവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു കുത്ത്. ഹല്ലേലൂയ. ചരിത്രം മറക്കാതെ രേഖപ്പെടുത്തിയ ഹല്ലേലൂയ വളരെ പ്രസിദ്ധിയാർജിച്ചൊരു വാക്കാണ്, യു ടു ബ്രൂട്ടസ്. ബ്രൂട്ടസേ, നീയോ കൂടെ നിന്ന സ്നേഹിതന് ചാരാൻ പറ്റിയ ഒരു കൂട്ടുകാരനായിരുന്നു. പക്ഷെ പുറകിൽ നിന്ന് കുത്ത് ബ്രൂട്ടസിന്റെ കയ്യിൽ നിന്ന് വന്നപ്പോൾ ഏറ്റവും വലിയ വീരനായ അഗസ്റ്റസ് കൈസറിന്റെ കയ്യിൽ നിന്ന് വാൾ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ തരുന്ന മുറിവ് പോലെ വേറൊരു മുറിവില്ല. യൂദാ യേശുവിനെ ചുംബിക്കുമ്പോൾ യേശുവിന്റെ വാക്ക്, യൂദായെ സ്നേഹിത, ഒരു ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നു. കുറ്റവാളിയെ പോലെ അവൻ തകർക്കപ്പെട്ടു. എല്ലാവരും അവനെ പരിഹസിച്ചു. 33 വയസ്സുള്ള ഒരു യൗവനക്കാരൻ നഗ്നനായി ക്രൂശിൽ കിടന്നു. പോയവരൊക്കെ അവന്റെ മുഖത്ത് തുപ്പി, അവനെ ആഞ്ഞാഞ്ഞ് അടിച്ചു. ഇതൊക്കെ അവൻ അനുഭവിക്കുമ്പോൾ അവന്റെ പിതാവിന്റെ മുഖത്തേക്ക് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു അനുഭവിച്ച കഷ്ടമേ യാതൊരു യാഗമൃഗവും അതുപോലെ കഷ്ടം അനുഭവിച്ചിട്ടില്ല. യാഗത്തിൽ ഒരു മൃഗത്തെ കൊണ്ടുവന്നാൽ വേദനിപ്പിക്കാതെ കൊന്നോണമെന്നാൽ ചരിത്രം പറഞ്ഞിരുന്നത്, ഉപദേശം പറഞ്ഞിരുന്നത്.
ആടിനെ കൊണ്ടുവന്നാൽ വേദന അറിയുന്നതിന് മുമ്പേ അതിലെത്തും. പക്ഷേ ഇത്രയും അധികം ദൈവത്താൽ അയക്കപ്പെട്ട പുത്രൻ വേദനിക്കപ്പെട്ടു. മരിക്കുന്നതിന് മുന്നമേ കണ്ടാലാണെന്ന് തോന്നാത്ത വിധത്തിൽ അവൻ വിരൂപനാക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, മരിച്ചു, ജീവനെ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. ഇന്ന് പകരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിനെയാണോ നീ അനുഗമിക്കുന്നത്? നീ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് പകൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ ക്രിസ്തു അനുഭവിക്കുന്ന ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വേലയിൽ നാം അനുഭവിക്കുന്ന ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പാടുന്നത്, വൈഷമ്യമുള്ള ഏതൊന്നും കരകയറി നടകൊള്ളാൻ രക്ഷകനെ എൻ കാലുകൾക്ക് വേഗത നീയൊന്ന് നൽകി തരണമേ. യേശുവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട്, കർത്താവിനെ അനുഗമിച്ചിറങ്ങിയിട്ട് കഷ്ടങ്ങൾ ഇന്ന് പകലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തിനാ? ഇതുപോലെ കഷ്ടത്തിലാകുന്നവരെ ആശ്വസിപ്പിക്കാൻ. എന്തിന് ക്രിസ്തു കഷ്ടം അനുഭവിച്ചു? അനേക കഷ്ടാനുഭവങ്ങളാൽ ഹല്ലേലൂയ തേജസ്സിലേക്ക് അനേക പുത്രന്മാരെ നടത്തേണ്ടതിന് അവൻ കഷ്ടം അനുഭവിച്ചു. ഇന്ന് പകലിൽ കഷ്ടം അനുഭവിച്ച് നീ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിച്ച്, തെറ്റിദ്ധാരണകൾ അനുഭവിച്ച്, ആ വാക്കുകളൊക്കെ ഞാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി സമയമെടുത്തില്ല. ഇന്ന് പല ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അവൻ അനുഭവിച്ചതുപോലെ വേദനകൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അനുഭവിക്കുമ്പോൾ ഇന്ന് പകലിൽ നാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കുക. എല്ലാ കണ്ണു പറയട്ടെ, എല്ലാ നാവും ഇന്ന് പകൽ അവന്റെ മുഖം വിരൂപമാക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. വേദനയേൽക്കുമ്പോഴും ഇന്ന് പകലും അവൻ ആ കഷ്ടം, വേദന വേണ്ട എന്ന് വെച്ചിറങ്ങിപ്പോ നമ്മെ ആശ്വസിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. പത്രോസേ, യോഹന്നാനെ, എന്റെ കൈ നോക്ക, എന്റെ വിലാപ്പുറം ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടതിന്. എന്റെ തലയിലെ എന്തിനാ കർത്താവ് ഞാൻ ഇതിൽ കൂടി കടന്നു പോയത്? കർത്താവ് പറയുക, നീ ഒരു ആശ്വാസത്തിന്റെ വക്താവായി തീർന്നവന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ കഷ്ടം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ അനുഭവിക്കണമെന്നല്ല. ഐ വോണ്ട് ടു ബി എ കംഫർട്ടർ. എനിക്കൊരു ആശ്വാസകനായി തീരണം. ഹല്ലേലൂയ. ഇത്ര വലിയ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു നാം പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിന്റെ കഷ്ടവും മരണവും ഒരു പരാജയമല്ല. മൂന്നാം ദിവസം ദൈവം അവനെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ കഷ്ടം അനുഭവിച്ച് വേദനിക്കുന്ന ദൈവമക്കളെ, എനിക്കും നിനക്കും ഒരു മൂന്നാം ദിവസമുണ്ട്. ഒരു ഉയർപ്പിന്റെ പകലുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊരു ജീവിതമില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാം ജാലന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്ക വെടിയുകില്ല ഞാൻ. ഓയി മണ്ണെ പ്രതി
പൊന്നുപോലെ വിളങ്ങി പുറത്തു വരണം. ദൈവത്തിന്റെ പകൽ നമ്മോട് ഇടപെടുകയാണ്. എന്തിനെ കഷ്ടം അനുഭവിക്കുന്നു? കർത്താവിക്കുന്നു നീ ആശ്വസിപ്പിക്കത്തക്കവണ്ണമായി തീരേണ്ടതിന്, നീ ആശ്വസിപ്പിക്കുമെന്നവനായി തീരേണ്ടതിന്, ആശ്വസിപ്പിക്കുന്നവനായി തീരേണ്ടതിന് ദൈവം നിന്നെ കഷ്ടം അനുഭവിക്കാൻ അനുവദിക്കുക. പലർക്കും ദൈവം ആ സ്വാതന്ത്ര്യം നൽകി കൊടുത്തിട്ടില്ല. എല്ലാവരെയും ദൈവം കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടാറുമില്ല. തിരഞ്ഞെടുത്ത ചിലതിനെ, വക്താക്കളാകുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ചിലതിനെ ദൈവം കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, കഷ്ടം അനുഭവിക്കുവാൻ ഒരു സാഹചര്യം ഉളവായി വരുമ്പോൾ അതിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല ദൈവമേ വചനം നമ്മളോട് പറയുന്നത്, ചിലരെ വിഷം കുടിക്കാൻ വേണ്ടി നിർബന്ധിച്ചു, പക്ഷെ അത് വിഷം കുടിച്ചെങ്കിലും അത് അവർക്ക് മരണകരമായി തീർന്നില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ചരിത്രം നമ്മളോട് ഒത്തിരി രക്തസാക്ഷികളെ കുറിച്ചൊക്കെ പറയും. അതുപോലൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കർത്താവെ എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നു. ഹല്ലേലൂയ. രക്തസാക്ഷികളുടെയൊക്കെ മനോഭാവം, അവരും രക്തസാക്ഷികളാകാൻ വേണ്ടി ജീവിച്ചതല്ല. മരണം അവരുടെ മുമ്പിൽ വന്നാൽ പറ്റുമെന്നൊന്നും അവർക്കും തോന്നിയില്ല. പക്ഷെ അവരെ ഏൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ അവർ വിശ്വസ്തരായിരുന്നു. അങ്ങനെ ഒരു ദിനത്തിൽ ജീവൻ പോലും വില കൊടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ ദൈവം അവരുടെ കൂടെ അവരെ ആശ്വസിപ്പിച്ചു. യെസ്, ആശ്വസിപ്പിക്കുന്ന ദൈവം. പരിശുദ്ധ കർത്താവെ, ഈ പകലിൽ 2021 ജനുവരി മാസം 3-ാം തീയതി അങ്ങടിയിലെ ഏൽപ്പിച്ച സന്ദേശം അങ്ങയുടെ ജനത്തിന് കൈമാറ്റം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്ത ഞാൻ സ്തോത്രം ചെയ്യും. കൃപയുടെയും കാരുണ്യത്തിന്റെയും കൊട്ടാരം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഉയരും. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രത്യക്ഷരാഗ്രഹിച്ചു. എന്നാൽ അന്ന് പകലിൽ ഞങ്ങളുടെ കണ്ണിൽ ഉടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടല്ല, മനോഹരമായി പണിതിരിക്കുന്ന പട്ടണമല്ല, ഞങ്ങൾക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ട കാൽവരി ക്രൂശിലെ ക്രിസ്തു, അങ്ങയുടെ മുഖത്തിൽ വെളിപ്പെടുന്ന സൗന്ദര്യം. അതിനെ വിട്ട് ഞങ്ങൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും മാറും ദൈവം അനുവദിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടുകൂടെ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ പകൽ ഞങ്ങളുടെ വീടധികമായി പകർന്നു പ്രാർത്ഥന സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.